ഹായ് ഫ്രണ്ട്സ്, കോമേഴ്സ് ഗഡ് മലയാളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ആൻ ഓർഗനൈസേഷൻ ഡെവലപ്ഡ് വിത്തിൻ ദി ഫോർമൽ ഓർഗനൈസേഷൻ. ഒരു ഫോർമൽ ഓർഗനൈസേഷൻ്റെ അകത്ത് തന്നെ ഫോം ചെയ്യുന്ന മറ്റൊരു ഓർഗനൈസേഷനാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരുടെ ഫ്രണ്ട്ഷിപ്പ്, അവരുടെ സൗഹൃദ ബന്ധങ്ങളിലൂടെ ഫോം ചെയ്യുന്ന ഒരു കൂട്ടായ്മയാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്ഥാപനത്തിലെ ജീവനക്കാരുടെ പൊതുവായിട്ടുള്ള താല്പര്യവും അതുപോലെ തന്നെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യവും നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സ്ഥാപനം ഫോം ചെയ്യുന്നത്. ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ബേസിലാണ് ഇത് ഫോം ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ആ സ്ഥാപനത്തിനകത്ത് സാമൂഹികമായിട്ടുള്ള ബന്ധങ്ങൾ, എംപ്ലോയീസിൻ്റെ സാമൂഹികമായിട്ടുള്ള ബന്ധങ്ങളിലൂടെയാണ് ഇങ്ങനെ ഒരു ഓർഗനൈസേഷൻ ഫോം ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു സ്ഥാപനം അവർ വീക്കെൻഡ്സിൽ എംപ്ലോയീസും മാനേജേഴ്സ് എല്ലാവരും കൂടി ഒരുമിച്ച് എന്തെങ്കിലും സ്പോർട്സ് ആക്ടിവിറ്റി, ക്രിക്കറ്റ്, ഫുട്ബോൾ ഇങ്ങനെയുള്ളതൊക്കെ കണ്ടക്ട് ചെയ്യൽ ഇൻഫോർമൽ ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ടാണ്. ഓഫ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഫസ്റ്റ് വൺ, ഇറ്റ് അറൈസസ് സ്പോണ്ടേനിയസ്ലി ആൻഡ് നോട്ട് പ്രീ പ്ലാൻഡ്. മുൻകൂട്ടി തീരുമാനിച്ച് വെച്ചതനുസരിച്ച് ഫോം ചെയ്യുന്നതല്ല, സ്പോണ്ടേനിയസ്ലി സ്വമേധയെ അല്ലെങ്കിൽ യാദൃശ്ചികമായിട്ട് ഫോം ചെയ്യുന്നതാണ് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ. നെക്സ്റ്റ് വൺ, ഫോംഡ് ബൈ എംപ്ലോയീസ് ടു ഗെറ്റ് സൈക്കോളജിക്കൽ സാറ്റിസ്ഫാക്ഷൻ. എംപ്ലോയീസിന് അവർക്ക് സൈക്കോളജിക്കൽ സാറ്റിസ്ഫാക്ഷൻ, മാനസിക സംതൃപ്തി നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഫോം ചെയ്യുന്നത്. നെക്സ്റ്റ്, വോളണ്ടറി ഓർഗനൈസേഷൻ. താൽക്കാലികമായിട്ടുള്ളൊരു സ്ഥാപനമാണ്. റിഫ്ലെക്സ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്. അവിടെ പ്രധാനമായിട്ട് ഹ്യൂമൻ റിലേഷൻഷിപ്പ്, വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. നോ ഡെഫിനിറ്റ് സ്ട്രക്ചർ ഓർ ഫോം. ഇതിന് കൃത്യമായിട്ടുള്ള ഘടനയോ അല്ലെങ്കിൽ രൂപമോ ഒന്നുമില്ല ഈ സ്ഥാപനത്തിന്. നോ റിട്ടൺ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അതുപോലെ തന്നെ റിട്ടൺ എഴുതി വച്ചിട്ടുള്ള നിയമങ്ങളോ അതുപോലെ തന്നെ റെഗുലേഷൻസോ ഒന്നും ഇങ്ങനത്തെ സ്ഥാപനങ്ങൾക്കില്ല. ഹൈലി ഫ്ലെക്സിബിൾ. അവിടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസും അതുപോലെ തന്നെ റെഗുലേഷൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈസി ആയിട്ട് തീരുമാനങ്ങളൊക്കെ എടുക്കാൻ കഴിയും. ഇൻഫോർമൽ ഓർഗനൈസേഷൻ്റെ ഡെഫിനേഷൻ നോക്കാം. ഇറ്റ്സ് ദ നെറ്റ്വർക്ക് ഓഫ് പേഴ്സണൽ ആൻഡ് സോഷ്യൽ റിലേഷൻഷിപ്പ്. ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ സാമൂഹികപരമായിട്ട് ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ ഫോം ചെയ്യുന്ന ഒരു നെറ്റ്വർക്ക്, ശൃംഖലയാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. അല്ലാതെ പ്രത്യേകം സ്ഥാപിച്ചതോ അല്ലെങ്കിൽ പ്രത്യേകം ആവശ്യപ്പെട്ടോ ഉണ്ടായ ഒരു സ്ഥാപനമല്ല ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്നാണ് കീത്ത് ആൻഡ് ഡേവിസ് പറയുന്നത്. അഡ്വാൻറ്റേജസ് ഓഫ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ഫസ്റ്റ് വൺ ആണ് ക്വിക്ക് കമ്മ്യൂണിക്കേഷൻ. അവിടെ വേഗത്തിൽ കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം നടത്താൻ സാധിക്കും. അതുപോലെ തന്നെ ജീവനക്കാരുടെ പ്രതികരണം വേഗത്തിൽ മനസ്സിലാക്കാനും ഇൻഫോർമൽ ഓർഗനൈസേഷനിലൂടെ കഴിയും. നെക്സ്റ്റ്, മീറ്റ് ദ പേഴ്സണൽ നീഡ്. ജീവനക്കാർക്ക് അവരുടെ ജോലിക്കപ്പുറം അവരുടെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങളും ഇതിലൂടെ മീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവർക്ക് നേടിയെടുക്കാൻ കഴിയും. നെക്സ്റ്റ് വൺ, കോംപ്ലിമെൻ്ററി ടു ഫോർമൽ ഓർഗനൈസേഷൻ. അപ്പോൾ ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഫോർമൽ ഓർഗനൈസേഷൻ്റെ അകത്ത് തന്നെയാണ് ഉള്ളതെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഫോർമൽ ഓർഗനൈസേഷൻ്റെ പരിമിതികൾ പരിഹരിച്ച് അതിന് പിന്തുണ നൽകാൻ ഇങ്ങനെയുള്ള സംഘടനത്തിലൂടെ സാധിക്കുന്നു. ലിമിറ്റേഷൻസ് ഓഫ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സ്പ്രെഡ് ഫോൾസ് ന്യൂസ്. തെറ്റായ ന്യൂസുകളൊക്കെ പ്രചരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഫ്രണ്ട്ഷിപ്പിൻ്റെ ബേസിലാണ് ഈ ഓർഗനൈസേഷൻ ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലുള്ള രഹസ്യങ്ങൾ മറ്റുള്ള സ്ഥലത്ത് പറയുക, അതുപോലെ തന്നെ ഇല്ലാത്ത കാര്യങ്ങളുണ്ടെന്ന് പറയുക, അങ്ങനെ പല പ്രശ്നങ്ങൾക്കും കാരണമാവാം. നെക്സ്റ്റ് വൺ, മേ ബ്രിങ് നെഗറ്റീവ് റിസൾട്ട്സ്. ഈ ഇൻഫോർമൽ ഓർഗനൈസേഷനിൽ പോസിറ്റീവ് എഫക്റ്റിനേക്കാളും നെഗറ്റീവായിട്ടായും ബാധിക്കുക. അതായത് മാനേജ്മെൻറ്റ് എന്തെങ്കിലും പുതിയതായിട്ടുള്ള എന്തെങ്കിലും കാര്യം കമ്പനിയിൽ കൊണ്ടുവരികയാണെങ്കിൽ, പരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ അത് ഈ ഗ്രൂപ്പ്, ഈ എംപ്ലോയീസൊക്കെ ഗ്രൂപ്പായി ചേർന്നിട്ട് അതിനൊക്കെ എതിർക്കാനുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് വൺ, പ്രയോറിറ്റി ഗിവൺ ടു പേഴ്സണൽ ഇൻട്രസ്റ്റ്. ഇവിടെ പ്രധാനമായിട്ടും പേഴ്സണൽ ഇൻട്രസ്റ്റ്, വ്യക്തികളുടെ താല്പര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ എംപ്ലോയീസിൻ്റെ ശ്രദ്ധയും അതുപോലെ തന്നെ അവരുടെ പ്രവർത്തനങ്ങളുമൊക്കെ പ്രധാന ലക്ഷ്യമായ ലാഭം ഉണ്ടാക്കുക അല്ലെങ്കിൽ സെയിൽ കൂട്ടുക അങ്ങനെയുള്ളതിന് പകരം അവരുടെ പേഴ്സണൽ ഇൻട്രസ്റ്റിനാവും അവർ പ്രാധാന്യം നൽകുക. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.